ഗൈസ്, ദിസ് ഈസ് യുവർ രാഹുൽ ഫ്രം ലേണേഴ്സ് ഹബ്. ആൻഡ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം എന്താ? CA ആൻഡ് CMA ഇന്റർമീഡിയറ്റിന്റെ ഡിസംബർ 2024 ജാനുവരി 2025 വരുന്ന ടാക്സേഷൻ പേപ്പറിന്റെ അതിൽ നമ്മൾ ഡയറക്ട് ടാക്സ് ആണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഡയറക്ട് ടാക്സ് പേപ്പറിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 100 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. സാറേ 100 ക്വസ്റ്റ്യനോ? അതെ, 100 ക്വസ്റ്റ്യൻ. നല്ല കിഡിലൻ 100 ക്വസ്റ്റ്യൻസ് റെഡിയാക്കിയിട്ടുണ്ട്. ചെയ്യുന്നതിന്റെ ഗുണം, ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ പ്രൊവിഷൻ ഒരു അറ്റം തൊട്ട് മറ്റേ അറ്റം വരെ ഇങ്ങനെ മറിച്ചുകൊണ്ടേ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾ ആലോചിക്കുക. പ്രൊവിഷൻ കേട്ടോണ്ടേ ഇരിക്കാം, കേൾക്കുമ്പോൾ നല്ല സുഖമാണ്, വായിക്കുമ്പോൾ നല്ല സുഖമാണ്, എഴുതുമ്പോൾ നല്ല സുഖമാണ്, പറഞ്ഞു നോക്കുമ്പോൾ നല്ല സുഖമാണ്. ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്യാൻ വരുന്ന സമയത്തായിരിക്കും ഇതാണോ നമ്മളുടെ ടാക്സേഷനിൽ ഞാൻ പഠിച്ച പ്രൊവിഷൻ എന്നുള്ളൊരു തോട്ട് വരും. അപ്പോൾ ടാക്സേഷനിൽ പ്രൊവിഷൻ മനസ്സിലാക്കുന്നതിന്റെ കൂടെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യല്. ശരിയല്ലേ? എക്സാം ഹോളിൽ ഒരു പക്ഷേ നിങ്ങൾ നേരത്തെ മറ്റേ എഴുതിയവരാണെങ്കിൽ, ഒരു പക്ഷേ ആ അറ്റംപ്റ്റ് ക്ലിയർ ചെയ്യാൻ പറ്റാത്തതാണെന്നുണ്ടെങ്കിൽ, പ്രീവിയസ് അറ്റംപ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് ചെറിയ രീതിയിൽ കിളിപാറി പോകുന്ന അവസ്ഥ മേ ബി പ്രൊവിഷൻ പ്രോപ്പറായിട്ട് മനസ്സിലാവാത്തതുകൊണ്ടായിരിക്കും, ഓർ ക്വസ്റ്റ്യൻ പ്രോപ്പറായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യാത്തതുകൊണ്ടായിരിക്കും. അപ്പൊ നമ്മൾ പ്രൊവിഷൻ ഇങ്ങനെ കഥ പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് പകരം ഇത്തവണ നമ്മൾ ചെയ്യുന്നത് ഡയറക്ട് ടാക്സിന്റെ ക്വസ്റ്റ്യൻ സോൾവിങ്. ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നമുക്ക് പ്രൊവിഷൻ റിവിഷൻ ചെയ്തിട്ട് പോകാം. ഓക്കെ, ഇപ്പൊ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഒക്കെയാണ് ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സെക്ഷൻ 6 പറ്റി പറയണു. സെക്ഷൻ 6 പറഞ്ഞിരിക്കുന്ന അതിന്റെ ബേസിക് ആയിട്ടുള്ള പ്രൊവിഷൻസ് ഡിസ്കസ് ചെയ്യണം. നിങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള നിങ്ങൾ നേരത്തെ പഠിച്ചു വെച്ച മെറ്റീരിയലോ എന്റെ മെറ്റീരിയലോ വേറെ ആരെങ്കിലും മെറ്റീരിയലൊക്കെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ കയ്യിൽ വെച്ച് ഈ ക്ലാസ് ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി. ഇറ്റ്സ് ഫ്രീ ഫോർ എവരി വൺ ആൻഡ് ഇറ്റ് വിൽ ബി അവൈലബിൾ ഓൺ യൂട്യൂബ്. ഓക്കെ, നമ്മളുടെ ചാനലിൽ തന്നെ അവൈലബിൾ ആണ്. ആൻഡ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ, കോൺസെപ്റ്റ്സ് ഒരുവിധം കഴിഞ്ഞു പോയവരാണെന്നുണ്ടെങ്കിൽ ഒരു കോൺസെപ്റ്റ് ബുക്ക് കയ്യിൽ വെക്കുക. മെറ്റീരിയൽ ആയിക്കോട്ടെ, എന്റെ മെറ്റീരിയൽ ആയിക്കോട്ടെ, നിങ്ങളുടെ മെറ്റീരിയൽ ആയിക്കോട്ടെ, വാട്ട് എവർ മെറ്റീരിയൽ യു ഹാവ്, ജസ്റ്റ് കീപ് ഇറ്റ് അസൈഡ് യുവർ സെൽഫ്. തൊട്ടടുത്ത് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മളിവിടെ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 75 ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസും 25 കിഡിലൻ MCQ. ഓക്കെ, അപ്പൊ അത് രണ്ടും ഒറ്റ സ്ട്രെച്ചിലാണ് വീഡിയോ വരിക. എത്ര അവേഴ്സ് വരുന്ന അറിയില്ല, ഇപ്പൊ നമ്മൾ റെക്കോർഡിംഗ് തുടങ്ങി വരുന്നേ ഉള്ളൂ. നോക്കാം എത്ര വന്നാലും ഇറ്റ് വിൽ ബി വർത്ത് ഇറ്റ് ഫോർ യു. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന്റെ ഗുണം ഇനിയിപ്പോ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. കോൺസെപ്റ്റ് ഒക്കെ ഒരുപാട് പഠിച്ചവരാണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ സോൾവിങ്ങിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ ഓൾറെഡി അറിയും. ഓക്കെ, അപ്പൊ അതിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം, ഓക്കെ, നമ്മളൊരു കിഡിലൻ ക്വസ്റ്റ്യൻ ബാങ്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട് CA ആൻഡ് CMA ഇന്റർമീഡിയറ്റ്. ആൻഡ് ഇതിൽ ടാക്സേഷൻ പേപ്പറിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CA ആയാലും ശരി CMA ആയാലും ശരി, CMA വരുന്ന ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ CA ഇന്റർമീഡിയറ്റ് ആവാം. ഓർ ടാക്സേഷൻ ഇസ് എ കോമൺ പേപ്പർ ആൻഡ് അത് കോഴ്സിനനുസരിച്ച് മാറുമൊന്നുമില്ല. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും, നിങ്ങളുടെ മെറ്റീരിയലിൽ തന്നെ ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയാസ് എന്ന് പറയുന്നത് മേ ബി ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ വരുമായിരിക്കും, മേ ബി കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ വരുമായിരിക്കും, ടാക്സിലും ഒരു പരിധി വരെ വരും. അതിന്റെ കൂടെ അതർ മെറ്റീരിയൽസ്, ഇപ്പൊ CA ആയിക്കോട്ടെ CS ആയിക്കോട്ടെ, ഏതിലെങ്കിലൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസും കയറി വരാം. ഓക്കെ, അപ്പൊ നമ്മൾ എല്ലാം ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. കോമൺ ആയിട്ട് ടാക്സേഷൻ പഠിക്കുന്ന ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ആണ്. ഡിസംബർ 2024 ജനുവരി 25 മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. നെക്സ്റ്റ് 25, 24 ഫിനാൻസ് ആക്ടിന്റെ അപ്ലിക്കബിലിറ്റി നമുക്ക് ജൂണും മെയിലും ഒക്കെ വരും. അപ്പോൾ ആ അറ്റംപ്റ്റിലേക്ക് നമ്മൾ സെപ്പറേറ്റ് മാരത്തൺ നടക്കും. ഇത് അപ്ലിക്കബിൾ ഫോർ ഫിനാൻസ് ആക്ട് 23 ബേസ് ചെയ്തിട്ടാണ്. ഡിസംബർ 24 ജാനുവരി 25 അറ്റംപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. നല്ലൊരു ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, 75 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ അതിനെ ചാപ്റ്റർ വൈസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ബാങ്കിൽ നമ്മൾ ഈ ഓരോ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് പോകും. സിംഗിൾ വീഡിയോ ആയിരിക്കും, പാർട്ടൊന്നും അല്ല. നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലും കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലും ഒക്കെ ഡിവിഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് ഇതിൽ ഒറ്റ സിംഗിൾ വീഡിയോ ആയിരിക്കും. എത്ര അവേഴ്സ് വരുന്നു അത്രയും അവേഴ്സ്. ബട്ട് ഞാൻ ഉറപ്പ് തരാം, നിങ്ങളുടെ ഇനീഷ്യൽ ബേസിക് കോൺസെപ്റ്റ്സ് തൊട്ട് അവസാനം TDS, TCS, അഡ്വാൻസ് ടാക്സ്, അതിനുശേഷം അസസ്മെന്റ് പ്രൊസീജിയർ ഒക്കെ വന്ന് ഏറ്റവും അവസാനം ഏതാണോ പ്രൊവിഷൻ അതുവരെയും നമ്മളത് ഡിസ്കസ് ചെയ്തിട്ട് പോകും. എല്ലാ പ്രൊവിഷനെയും കവർ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻസ് സോൾവിങ് സെഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ PDF, അതായത് ഈ ക്വസ്റ്റ്യൻ ബാങ്കും എല്ലാവർക്കും ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിരിക്കും. ഇത് ഞാൻ ആ മാരത്തൺ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് സോഫ്റ്റ് കോപ്പി കയ്യിൽ വെക്കാം, ഓർ മാരത്തൺ വീഡിയോ കാണുന്നതിന് മുമ്പ് ഒരു കോപ്പി പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ചിട്ട് വേണമെങ്കിൽ നോക്കാം. നിങ്ങൾ വേറെ ഏതെങ്കിലും ഫാക്കൽറ്റീസിന്റെ മെറ്റീരിയൽസ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഇത് ജസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഫോർ റിവിഷൻ എന്നുള്ള രീതിയിൽ മാത്രം ഉപയോഗിക്കാം. ഇതേ ക്വസ്റ്റ്യൻസ് എക്സാമിന് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേ ക്വസ്റ്റ്യൻസ് തന്നെ വരണമെന്ന് ആർക്കും പ്രതീക്ഷിക്കാൻ പറ്റില്ല. ബട്ട്
സിമിലർ കോൺസെപ്റ്റുകൾ അല്ലെങ്കിൽ ഈ പ്രൊവിഷൻ റിവൈസ് ചെയ്യുന്നത് കാരണം നിങ്ങൾക്ക് കിട്ടുന്ന നോളേജ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏതൊരു ക്വസ്റ്റ്യനും ക്രാക്ക് ചെയ്യാൻ പറ്റും. പ്രൊവൈഡഡ് യു ഹാവ് ഓൾറെഡി സംഭവം കുറേയൊക്കെ ബേസിക് നോളേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ വേറെ പ്രത്യേകിച്ച് പേടിക്കാനൊന്നുമില്ല. നേരെ ഒരു ദിവസത്തിന് വേണ്ടി മാറ്റി വയ്ക്കുക. 1-2 ദിവസം എടുത്ത് ചെയ്താലും കുഴപ്പമില്ല. ക്വസ്റ്റ്യൻ പറയുന്ന സമയത്ത് പ്രൊവിഷൻ ക്ലിക്ക് ആയില്ലെങ്കിൽ അല്ലെങ്കിൽ പ്രൊവിഷൻ ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബേസിക് സ്ട്രോങ് അല്ല എന്നായിരിക്കും അർത്ഥം. നിങ്ങൾ തൊട്ടടുത്ത് വെച്ചിരിക്കുന്ന മെറ്റീരിയലോ നിങ്ങളുടെ കോൺസെപ്റ്റ് ബുക്കോ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ റെഫർ ചെയ്ത് ആ പ്രൊവിഷൻ മനസ്സിലാക്കിയതിന് ശേഷം ഇവിടെ പറയുന്ന ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യനിൽ ഞാൻ മാക്സിമം പറയാം, ബട്ട് നമ്മൾക്ക് സമയപരിമിതി ഉണ്ട്. 75-100 ക്വസ്റ്റ്യൻ ഒക്കെ സോൾവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ടേക്ക് മോർ ദാൻ 40 to 50 hours ഇൻഡെപ്ത് ആയിട്ട് ഡിസ്കസ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ. 100 ക്വസ്റ്റ്യൻ്റെ ഒക്കെ അടുത്ത് സോൾവ് ചെയ്യണം പറഞ്ഞാൽ അത്രയും അവേഴ്സ് വേണ്ടി വരും നമുക്ക്. പക്ഷെ നമ്മൾ ക്രിസ്പായിട്ട് മാക്സിമം 10 to 12 അതിനപ്പുറത്ത് അവേഴ്സ് പോവില്ല, കുറയാനേ ചാൻസ് ഉള്ളൂ. അപ്പൊ നമ്മൾ ക്രിസ്പായിട്ട് പറയുന്ന സമയത്ത് ഓരോ പ്രൊവിഷന്റെയും ഡെറിവേഷൻ, ഈ പ്രൊവിഷൻ എന്തുകൊണ്ട് വന്നു, അതൊന്നും നമുക്ക് ഇവിടെ പറയാൻ സമയം ഉണ്ടാവില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊവിഷൻ ഇതാണ്, അതിലുള്ള ഫണ്ടമെന്റൽ ആയിട്ട് നിങ്ങൾ തെറ്റിക്കാൻ ചാൻസ് ഉള്ള ആ ഏരിയ അല്ലെങ്കിൽ ആ ഒരു പ്രൊവിഷനെ പറ്റിയിട്ട് നമുക്ക് പറയാം. ദെൻ ആ പ്രൊവിഷൻ ഇവിടെ എങ്ങനെയാണ് അവർ ഇന്റർപ്രറ്റ് ചെയ്തിരിക്കുന്നത്, ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, ഇതാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, എല്ലാവരും റെഡിയാണെന്ന് വിചാരിക്കണം. നെക്സ്റ്റ് നമ്മൾ ഇതിന്റെ മാരത്തൺ അപ്ലോഡ് ചെയ്യും. സിംഗിൾ വീഡിയോ, ഒറ്റ സ്ട്രെച്ച്. മേ ബി യു ക്യാൻ വാച്ച് ഇറ്റ് ഇൻ ട്വൈസ്. ഐ മീൻ 2 ദിവസമായിട്ട് കാണാം, 2 തവണകളായിട്ട് കാണാം. ഓക്കെ, അതിലൊന്നും ഒരു ഇഷ്യൂ ഇല്ല. ഓൾവേസ് ഫ്രീ ഓൺ യൂട്യൂബ്. ആൻഡ് ഈ അറ്റംപ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കരുത്. അടുത്ത അമെൻമെന്റ്സ് വരും. അമെൻമെന്റ് ഇല്ലാത്ത ഈ ദിവസമാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ആൻഡ് ഈ മാരത്തണിൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററും വേണ്ട, കുറച്ച് മതി എന്നുണ്ടെങ്കിൽ നമ്മളതിൽ ടൈം സ്റ്റാമ്പ് കൊടുക്കുന്നുണ്ട്. ഓരോരോ ചാപ്റ്റേഴ്സിന്റെ നിങ്ങൾക്ക് ടൈം സ്റ്റാമ്പിൽ ക്ലിക്ക് ചെയ്തിട്ട് നേരെ ഇപ്പോൾ PGBPയുടെ ക്വസ്റ്റ്യൻ ചെയ്യണം, നേരെ PGBPയിലേക്ക് പോകാം. നോ ഇഷ്യൂ. ഓക്കെ, പ്രൊവിഷൻസ് ഒരുവിധം അറിയുന്നവർക്ക് ഒറ്റ സ്ട്രെച്ചിൽ DT ഫുള്ളും റിവിഷൻ ചെയ്യാൻ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, CAക്കും CMAക്കും ഒരു തടസ്സമില്ലാതെ യൂസ് ചെയ്യാം. നോ ഇഷ്യൂസ്. ക്വസ്റ്റ്യൻ ബാങ്ക് നെക്സ്റ്റ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇത്തവണത്തെ DT പേപ്പർ തകർക്കണം. ഓക്കെ, ഹോപ്പ് യു ഗൈസ് ആർ വെയിറ്റിംഗ് ഫോർ ദി വീഡിയോ. Thank you. See you with the marathon video. Thank you.